അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് സത്രക്കടവിൽ ആറന്മുള എന്ന് കേൾക്കുമ്പോൾ ആറന്മുള കണ്ണാടി ഒരു പ്രധാനപ്പെട്ട വിശേഷമാണ്. ആറന്മുളയിലെ വള്ളസദ്യയും വള്ളംകളിയും പ്രധാനപ്പെട്ടതാണ്. വള്ളംകളി നടത്തുന്നത് ഇവിടുത്തെ പള്ളിയോടം സേവാ സംഘമാണ്. പാർത്ഥസാരഥിയെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ പാർത്ഥസാരഥിയെ മുമ്പിൽ കൊണ്ടു നിർത്തി. പ്രേക്ഷകർ വിശ്വസിച്ചിട്ടുണ്ടാവും പാർത്ഥസാരഥി അമ്പലത്തിലെ പാർത്ഥസാരഥിയാണെന്ന്. അത് ഈ പരിസരത്തൊക്കെ ഉണ്ട്. അത് പാർത്ഥസാരഥി എന്ന് പേരുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, പള്ളിയോടം സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. നമസ്കാരം. പാർത്ഥസാരഥി എന്നാണ് പേര്. പാർത്ഥസാരഥിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അമ്പലത്തിലേക്കാണ്, പിന്നീട് ഞാൻ കണ്ടു പാർത്ഥസാരഥിയെ. താങ്കളെയും കണ്ടു, സന്തോഷം. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് അല്ലേ? ഇവിടെയാണ് ആറന്മുള വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ആ സമയത്ത് വലിയ തിരക്കായിരിക്കും ഇവിടെ. ആ സമയത്ത് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി കാണാൻ ഇവിടെ എത്തുന്നത്. ആറന്മുള വള്ളംകളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വർഷങ്ങളോളം, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുള ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങൾ കാട്ടൂർ എന്ന ഇവിടുന്നൊരു ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് മാറി കാട്ടൂർ എന്ന പ്രദേശത്ത് നിന്നും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുമാണ് ഈ വിഭവങ്ങൾ നൽകിയിരുന്നത്. അങ്ങനെ വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്ന സമയത്ത് ഇതിനെ ശത്രുക്കൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഇത് വിഭവങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഈ നാട്ടുകാർ എല്ലാവരും കൂടി ചെറുവള്ളങ്ങളിൽ വന്ന് അതിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആ വള്ളങ്ങൾ പുറമേ കാലങ്ങൾക്ക് ശേഷം അത് ചുണ്ടൻ വള്ളങ്ങളായി മാറുകയും അതിൽ ആൾക്കാർ വന്ന് ഇതിനെ അകമ്പടി സേവിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് പള്ളിയോടങ്ങൾ എന്നാണ്. നമ്മൾ കുട്ടനാട്ടിലേക്ക് പോയ ചുണ്ടൻ വള്ളമാണ്, പക്ഷേ ഇവിടെ വന്നാൽ പള്ളിയോടങ്ങളാണ്. തമ്മിലുള്ള വ്യത്യാസം ചുണ്ടൻ വള്ളത്തേക്കാൾ ചെറുതാണ് പള്ളിയോടങ്ങൾ. പള്ളിയോടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയോടങ്ങൾ ഏകദേശം ഒരു 100-110 അടി നീളം, അതുപോലെ തന്നെ 6 അടി വീതി ഏകദേശം ഉള്ള 52 പള്ളിയോടങ്ങളാണ് ഇവിടെ മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഈ തിരുവോണച്ചെലവ് തോണിക്ക് അകമ്പടി സേവിക്കുന്നത്. അപ്പോൾ ചരിത്രം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പള്ളിയോടങ്ങളാണ് ഇവിടുത്തെ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്, ചുണ്ടൻ വള്ളങ്ങളല്ല. അങ്ങനെ അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം. കുട്ടനാട്ടിൽ അങ്ങനെയല്ല. കുട്ടനാട്ടിൽ മറ്റുള്ള വള്ളംകളിക്ക് ചുണ്ടൻ വള്ളങ്ങളാണ് വരുന്നതെങ്കിൽ ഇവിടെയുള്ളത് പള്ളിയോടങ്ങളാണ്. തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ലഘു ചരിത്രമാണ് പാർത്ഥസാരഥി വിശദീകരിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവിലാണ്. നമുക്കൊന്ന് മുകളിലോട്ട് പോകാം.